ഹായ് ലേണേഴ്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെമസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ ലിറ്റററി ക്രിറ്റിസിസം എന്ന പേപ്പറിലെ മാത്യു ആർണോൾഡ് എന്ന ടോപ്പിക്കാണ്. സോ മാത്യു ആർണോൾഡ് 1822 to 1888. അപ്പം 19th സെഞ്ച്വറിയിലെ ലിറ്റററി ക്രിറ്റിക്സിനെ പറ്റിയാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ മാത്യു ആർണോൾഡ് വാസ് എ ബ്രിട്ടീഷ് പോയറ്റ് ആൻഡ് ക്രിറ്റിക് ഓഫ് വിക്ടോറിയൻ എറ. മാത്യു ആർണോൾഡിൻ്റെ ഫാദറിൻ്റെ നെയിമാണ് Thomas Arnold. Okay, his father's name was Thomas Arnold and Thomas Arnold was the headmaster of rugby school. Okay, അതുകൊണ്ട് തന്നെ മാത്യു ആർണോൾഡ് ഓക്സ്ഫോർഡിൽ ഡിഗ്രി പഠിച്ചതിന് ശേഷം ഫാദർ ജോലി ചെയ്യുന്ന ഈ ഒരു ഫാദർ ഹെഡ് മാസ്റ്ററായ റഗ്ബി സ്കൂളിൽ ക്ലാസിക്സിൻ്റെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം പിന്നെ ഓരോ സ്കൂൾസിൻ്റെ ഒക്കെ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തു. അതിലൂടെ പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാനുള്ളൊരു ചാൻസൊക്കെ മാത്യു ആർണോൾഡിന് കിട്ടിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഓക്സ്ഫോർഡിൽ പോയട്രീൻ്റെ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ആ ഒരു മാത്യു ആർണോൾഡിൻ്റെ ചെറിയൊരു പേഴ്സണൽ സൈഡ്. ഓക്കെ, നൗ he was famous through his poems Empedocles of Etna in 1852 and Poems in 1853. പോയംസ് എന്ന് പറയുന്ന കളക്ഷനും പിന്നെ Empedocles of Etna എന്നുള്ള പോയമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ്. ഇനി ഫേമസ് എസ്സേസ് ഇൻ ലിറ്റററി ക്രിറ്റിസിസം ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മ, എസ്സേസ് ഇൻ ക്രിറ്റിസിസം, കൾച്ചർ ആൻഡ് അനാക്കി, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലിറ്റററി ക്രിറ്റിസിസം ഫീൽഡിലെ ഇമ്പോർട്ടൻറ്റ് എസ്സേസ്. ഓക്കെ, നൗ ഹീ ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് സീരിയസ് ക്രിറ്റിക് ആഫ്റ്റർ അരിസ്റ്റോട്ടലിന് ശേഷമുള്ള ഫസ്റ്റ് സീരിയസ് ക്രിറ്റിക്കാണ് മാത്യു ആർണോൾഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹീ ഈസ് ഓൾസോ നോൺ ആസ് ഫസ്റ്റ് മോഡേൺ ക്രിറ്റിക് ഓഫ് ദ വെസ്റ്റേൺ വേൾഡിൻ്റെ ഫസ്റ്റ് മോഡേൺ ക്രിറ്റിക്കാണ്. ഓക്കെ, ഹൂ ഇസ് ദ ഫാദർ ഓഫ് വെസ്റ്റേൺ ക്രിറ്റിസിസം? അത് അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, നൗ he used his method of comparative analysis and sociological criticism. ഈ രണ്ട് മെത്തേഡ്സാണ് മാത്യു ആർണോൾഡ് യൂസ് ചെയ്തത്. കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് കമ്പയർ ചെയ്തിട്ട് അനലൈസ് ചെയ്യുക. ആ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പോയത്തിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ പോയം എത്രത്തോളം ഗ്രേറ്റ് ആണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഓൾഡ് വർക്ക്സ് വെച്ചിട്ട്, ഓൾഡ് ഗ്രേറ്റ് വർക്ക്സ്, ക്ലാസിക്സിലൊക്കെ ഉള്ള വലിയ ഗ്രേറ്റ് വർക്ക്സിൻ്റെ വെച്ചിട്ട് കമ്പയർ ചെയ്യുക. അങ്ങനത്തെ ഒരു മെത്തേഡിനാണ് കമ്പാരേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ സോഷ്യോളജിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എത്രത്തോളം സോഷ്യലാണ് ആ വർക്ക്, എത്രത്തോളം ഹ്യൂമൻ ബീങ്സിന് യൂസ്ഫുൾ ആണ് എന്നുള്ള രീതിയിൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുക, അതൊക്കെ നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് മെത്തേഡ്സാണ് മാത്യു ആർണോൾഡ് ക്രിറ്റിസിസത്തിൽ യൂസ് ചെയ്തത്. ഒന്ന് കമ്പയർ ചെയ്യുക, പിന്നെ അതിൻ്റെ സോഷ്യോളജിക്കൽ ആസ്പെക്ട്സ് നോക്കുക. ഓക്കെ, നൗ Classicism is the next topic. അപ്പം Arnold was not satisfied with poetry of his times and contemporary poems. He was a classicist. Okay, അപ്പോൾ അർണോൾഡിൻ്റെ ടൈംസിലുള്ള ആ ഒരു ടൈമിലെ വിക്ടോറിയൻ ടൈമിലെ പോയംസ് ഒന്നും ഇഷ്ടമല്ലായിരുന്നു, കണ്ടംപററി പോയംസ് ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ഓൾഡ് ഗ്രേറ്റ് വർക്ക്സിൻ്റെ ആളായിരുന്നു അർണോൾഡ്. ദാറ്റ് ഇസ് വൈ ഹീ ഈസ് കോൾഡ് ആസ് ഹീസ് എ ക്ലാസിസിസ്റ്റ്. ഓക്കെ, പോയട്രി ഷുഡ് ബി ദ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. അപ്പോൾ നമ്മളിപ്പോൾ ആർണോൾഡിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്യു ആർണോൾഡിൻ്റെ ഐഡിയാസ് ആയിരിക്കും ഇനി നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. സോ മാത്യു ആർണോൾഡിൻ്റെ ഐഡിയ ആണ് പോയട്രി ഷുഡ് ബി ദ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. ലൈഫിനെ ക്രിറ്റിസൈസ് ചെയ്യുക, ലൈഫിന് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക, അതൊക്കെ ആയിരിക്കണം പോയട്രിയിലൂടെ ചെയ്യേണ്ടത് എന്നാണ് ആർണോൾഡ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ്, പോയട്രി ഹാസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. പോയറ്റ്സ് മസ്റ്റ് ഹാവ് ഹൈ സീരിയസ്നെസ്. അപ്പോൾ പോയട്രിക്ക് സൊസൈറ്റിനോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ സോഷ്യോളജിക്കൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞല്ലോ, അതുപോലെ പോയട്രിക്ക് സൊസൈറ്റിനോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പോയട്രിക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താ, പോയറ്റ്സിന് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ പോയറ്റ്സ് ഷുഡ് ഹാവ് മച്ച് ഹൈ സീരിയസ്നെസ്. ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുമ്പം പോയറ്റ് ഷുഡ് ബി സീരിയസ് ആൻഡ് ഹീ ഷുഡ് ഹാവ് നോളജ് അബൌട്ട് ദ topic. Okay, to discover poetry we have to apply Touchstone Method. That means compare it with few lines of great masters. അപ്പോൾ ഒരു പോയട്രീനെ കൂടുതൽ ഡിസ്കവർ ചെയ്യണമെങ്കിൽ
വി ഹാവ് ടു അപ്ലൈ ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വർക്കിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പോയത്തിനെ അനലൈസ് ചെയ്യാൻ മാത്യു ആർണോൾഡ് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ ടച്ച് സ്റ്റോൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഗോൾഡ് പണ്ട് കാലത്ത് മെറ്റൽസൊക്കെ ഇങ്ങനെ ഉരച്ച് നോക്കൂലേ, കല്ലിൽ ഉരച്ച് നോക്കൂലേ, അതിൻ്റെ ഒരു പ്യൂരിറ്റി നോക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൊക്കെ ഉരച്ച് നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റോണിനാണ് ടച്ച് സ്റ്റോൺ എന്ന് പറയുക. അപ്പം ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ പോയം മാറ്റുരച്ച് നോക്കുക എന്നൊക്കെ പറയും. അതുപോലെ ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ അതേ കാര്യം, നമ്മളെ ഗ്രേറ്റ് വർക്ക്സ്, വലിയ ഗ്രേറ്റ് റൈറ്റേഴ്സിൻ്റെ, ക്ലാസിക്സിലുള്ള ഗ്രേറ്റ് റൈറ്റേഴ്സിൻ്റെ വർക്ക്സിലെ ലൈൻസ് എടുത്തിട്ട് ആ ലൈൻസും ഈ പോയംസും തമ്മിൽ കമ്പയർ ചെയ്യാം. അങ്ങനത്തെ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് ഈ ടച്ച് സ്റ്റോൺ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് മീൻസ് കമ്പയർ ഇറ്റ് വിത്ത് ഫ്യൂ ലൈൻസ് ഓഫ് ഗ്രേറ്റ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ടോപ്പിക് കൺസെപ്റ്റ് ഓഫ് കൾച്ചർ. അപ്പോൾ നമ്മൾ ക്ലാസിസിസം എന്ന ടോപ്പിക്കാണ് കവർ ചെയ്തത്. ഇനി കൺസെപ്റ്റ് ഓഫ് കൾച്ചർ. ഓക്കെ, അപ്പം നമ്മൾ ഇതിന് മുന്നേ ആർണോൾഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് എസ്സേസ് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞു കൾച്ചർ ആൻഡ് അനാർക്കി ഈസ് വൺ ഓഫ് ഹിസ് ഫേമസ് എസ്സേസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. അപ്പോൾ ആ വർക്കിലായിരിക്കും, ഓഫ് കോഴ്സ് ആ വർക്കിലാണ് കൺസെപ്റ്റ് ഓഫ് കൾച്ചർ എന്താണെന്ന് അദ്ദേഹം പറയുന്നത്. കൾച്ചർ എന്താണ്, അനാർക്കി എന്താണ് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ കൾച്ചർ മീൻസ് ദ സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ. Arnold said that culture means the study of perfection. പെർഫെക്ഷൻ്റെ സ്റ്റഡിയാണ് കൾച്ചർ. ഇറ്റ് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ഓൾ ദ പവേഴ്സ് ഓഫ് ഹ്യൂമൻ നേച്ചർ. ഹ്യൂമൻ നേച്ചറിൻ്റെ എല്ലാ പവേഴ്സും എക്സ്പാൻഡ് ചെയ്യുക, അതൊക്കെയാണ് കൾച്ചറിൻ്റെ ഒരു ഫങ്ഷൻ. ഓക്കെ, ഇറ്റ് ഈസ് അറ്റൈൻഡ് ബൈ. അപ്പം ഈ കൾച്ചർ എങ്ങനെയാണ് അറ്റൈൻ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ ഒരു കൾച്ചർ കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൾച്ചർ ആൻഡ് അനാർക്കി എന്ന് പറയുന്ന എസ്സേയിൽ അർണോൾഡ് പറയുന്ന പോയിൻറ്റ്സ് ആണ്. ഓക്കെ, സോ ഹൗ ദിസ് കൾച്ചർ ഇസ് അറ്റൈൻഡ്. First thing is a knowledge of the best that has been said and thought in the world. ഒരു നോളജ് വേണം അബൌട്ട് ദ ബെസ്റ്റ് ആൻഡ് വേൾഡിൽ തിങ്ക് ചെയ്യുന്ന സാധനങ്ങളെപ്പറ്റി കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു നോളജ് വേണം കൾച്ചർ ഉണ്ടാവണമെങ്കിൽ. സെക്കൻഡ് വൺ, ബൈ ദ ഫ്രീ പ്ലേ ഓഫ് ദ മൈൻഡ് ഓവർ ദ ഫാക്ട്സ് ഓഫ് ലൈഫ്. അപ്പം ഫ്രീ പ്ലേ ഓഫ് ദ മൈൻഡ് ഓവർ ദ ഫാക്ട്സ് ഓഫ് ലൈഫ്. ഫാക്ട്സ് ഓഫ് ലൈഫിൽ മൈൻഡ് ഇങ്ങനെ ഫ്രീ പ്ലേ ചെയ്യണം മീൻസ് തിങ്ക് ചെയ്യണം എന്ന് പറയുകയാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിൻറ്റ്, ബൈ എ സിമ്പത്തറ്റിക് ആറ്റിറ്റ്യൂഡ്. എല്ലാത്തിനോടും ഒരു സിമ്പത്തറ്റിക് ആറ്റിറ്റ്യൂഡ് വേണം. ഈ കാര്യങ്ങളൊക്കെയാണ് കൾച്ചർ ഉണ്ടാക്കി തരുന്നത്. അപ്പം മനുഷ്യന് ബേസിക്കലി തിങ്ക് ചെയ്യണം. ഇനി മനുഷ്യൻ ബേസിക്കലി തിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദ അൺതിങ്കിങ് ഇൻഡിവിജ്വലിസം ലീഡ്സ് ടു അനാർക്കി. അങ്ങനെ തിങ്ക് ചെയ്യാണ്ടിരുന്നാൽ ആണ് അനാർക്കി ഉണ്ടാവുക. അനാർക്കി എന്ന് വെച്ചാൽ എന്താ? അനാർക്കി മീൻസ് അരാജകത്വം, മീൻസ് ഒരു സ്റ്റേറ്റ് ഓഫ് ഡിസോർഡർ. അതോറിറ്റി ശ്രദ്ധിക്കാത്തത് കാരണം ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് ഡിസോർഡറിനെയാണ് നമ്മൾ അനാർക്കി എന്ന് പറയുന്നത്. അപ്പം ഒരാൾ തിങ്ക് ചെയ്യാണ്ട് വരുമ്പം, ഫാക്ട്സിനെ പറ്റിയും കാര്യങ്ങളും ഒന്നും തിങ്ക് ചെയ്യാണ്ട് വരുമ്പം എന്ത് സംഭവിക്കും? അനാർക്കി ഉണ്ടാവും. സോ these are the things Arnold discussed about culture in his essay Culture and Anarchy. So remember these points. Okay. What is culture? Culture is a study of perfection and it is the expansion of all the powers of human nature. Now, how culture is attained. ഈ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. Now, in the essay Culture and Anarchy, Arnold had divided English society into 3. കൾച്ചർ ആൻഡ് അനാർക്കി എന്ന് പറയുന്ന എസ്സേയിൽ അർണോൾഡ് ഇംഗ്ലീഷ് സൊസൈറ്റീനെ 3 പാർട്സ് ആക്കിയിട്ട് പറയുന്നുണ്ട്. So first one is barbarians, second one is Philistines, third one is populace. Okay. അപ്പോൾ ബാർബേറിയൻസ് എന്ന് പറയുന്നത് ഉടമകൾ, വലിയ വലിയ ലാൻഡ് ഓണേഴ്സൊക്കെയാണ്. സോ അരിസ്റ്റോക്രാറ്റ്സ് ആൻഡ് നോബിൾസ്. അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരും നോബിളായിട്ടുള്ള ആൾക്കാർ, അങ്ങനെ വലിയ വലിയ ആൾക്കാരാണ് ബാർബേറിയൻസിൽ വരിക. ഫിലിസ്റ്റീൻസിൽ വരിക മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ. പോപ്പുലേസിൽ വരുന്നത് വർക്കിംഗ് ക്ലാസ് ആൾക്കാരാണ്. അപ്പോൾ ഈ 3 കൈൻഡ് ഓഫ് ആൾക്കാരാണ് ഇംഗ്ലീഷ് സൊസൈറ്റിയിലുള്ളത് എന്നാണ് മാത്യു ആർണോൾഡ് കൾച്ചർ ആൻഡ് അനാർക്കി എന്ന് പറയുന്ന എസ്സേയിൽ പറയുന്നത്. ഇനി ബാർബേറിയൻസിന് എന്തൊക്കെയാണ് പ്രത്യേകത? ദേ ഹാവ് സൂപ്പർഫിഷ്യൽ സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ്. ഒരു സ്വീറ്റ്നെസ്സും ലൈറ്റും ഒക്കെ ഉണ്ട് അവരുടെ ലാംഗ്വേജിൽ. മീൻസ് ലൈറ്റ് മീൻസ് ഒരു ഇൻ്റലിജൻസ്, ഒരു നോളജ് ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ലാക്ക് ഓഫ് ഫിലോസഫി, ബട്ട് അവരങ്ങനെ ചിന്തിക്കുന്നില്ല. ദർ ഇസ് ലാക്ക് ഓഫ് ഫിലോസഫി ഇൻ ദിയർ വർക്ക്സ്.
too much concerned of maintenance and enjoyment of their privileges to attain true sense of beauty. അപ്പോൾ അവരുടെ ഒരു പ്രിവിലേജിലൊക്കെ എൻജോയ് ചെയ്യുക, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ഹൈ ക്ലാസ് ആയി നിന്നുകൊണ്ട് അതിലൊക്കെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദോസ് പീപ്പിൾ ആർ ബാർബേറിയൻസ്. ഇനി ഫിലിസ്തീൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മിഡിൽ ക്ലാസ് ആൾക്കാരാണ്. ദേ ആർ ഡിവോട്ടഡ് ടു മണി മേക്കിംഗ്. ഓക്കെ, അവരെങ്ങനെ ക്യാഷ് ഉണ്ടാക്കാമെന്നുള്ള ചിന്തയിൽ നടക്കുന്നവരാണ്. നാരോ ഫോം ഓഫ് റിലീജിയൻ, ഇൻഡിഫറൻറ്റ് ടു ബ്യൂട്ടി. അപ്പോൾ ഒരു നാരോ ഫോം ഓഫ് റിലീജിയനാണ് അവർക്കുള്ളത്. ദേ ആർ ഇൻഡിഫറൻറ്റ് ടു ബ്യൂട്ടി. ഇൻഡിഫറൻറ്റ് ടു ബ്യൂട്ടി മീൻസ് ബ്യൂട്ടി ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാത്ത ആൾക്കാരാണ്. ബ്യൂട്ടി എൻജോയ്മെൻ്റ് ഒക്കെ അവർ മണി മേക്കിങ്ങിലാണ് ദേ ആർ മോർ കോൺസെൻട്രേറ്റിംഗ് ഓൺ. ഓക്കെ, നൗ ദേ ആർ ഹൈലി മെറ്റീരിയലിസ്റ്റിക്. എന്ന് പറയുന്നത് മെറ്റീരിയൽസ്, നമ്മളുടെ ജീവിക്കാൻ ആവശ്യമുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കുക, ക്യാഷ് ഉണ്ടാക്കുക, സമ്പാദ്യം ഉണ്ടാക്കുക, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. ഓക്കെ, capable of creating a collective movement of culture if educated. സോ അവർക്ക് നല്ലൊരു കൾച്ചർ, ഒരു കളക്റ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാക്കാം കൾച്ചറിൻ്റെ, അവർ നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ. ബട്ട് ദേ ആർ നോട്ട് മച്ച് എഡ്യൂക്കേറ്റഡ്. ഓക്കെ, ഇനി മറ്റൊരു ഗ്രൂപ്പാണ് പോപ്പുലേസ് എന്ന് പറയുന്നത്. പോപ്പുലേസ് ആണ് ഏറ്റവും താഴെയുള്ള ഗ്രൂപ്പ്. അവർ വർക്കിംഗ് ക്ലാസ് പീപ്പിളാണ്. ഓക്കെ, ദേ ആർ എക്സ്പ്ലോയിറ്റഡ് ബൈ ബോത്ത് ദ അതർ ക്ലാസ്. മറ്റ് രണ്ട് ക്ലാസ് ബാർബേറിയൻസും ഫിലിസ്തീൻസും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നൊരു ക്ലാസ്സാണ് പോപ്പുലേസ്. ഓക്കെ, ദേ ആർ സ്റ്റിൽ റോ ആൻഡ് ബ്ലൈൻഡ് സെഡ് അർണോൾഡ്. അപ്പോൾ അർണോൾഡ് കൾച്ചർ ആൻഡ് അനാക്കി എന്ന് പറയുന്ന എസ്സേയിൽ ഇംഗ്ലീഷ് സൊസൈറ്റീനെ ഇങ്ങനെ 3 പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, പോപ്പുലേസിനെ പറ്റി പറയുന്നത്, ദേ ആർ സ്റ്റിൽ റോ ആൻഡ് ബ്ലൈൻഡ്. സ്റ്റിൽ അവർ റോ ആണ്. റോ എന്ന് പറഞ്ഞാൽ എന്താ, പച്ചയാണ്. ആൻഡ് ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് കണ്ണ് കാണുന്നില്ല, മീൻസ് അവർ അത്രയും പാവങ്ങളാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ ദീസ് ആർ ദ 3 divisions of English society according to Mathew Arnold. And Mathew Arnold said, culture is a study of perfection. It moves by the force not merely or primarily of the scientific passion for pure knowledge, but also of the moral and social passion for doing good. അപ്പോൾ നമ്മൾ ഈ റൈറ്റേഴ്സിനെ പറ്റി പഠിക്കുമ്പം ചില ഡെഫിനേഷൻസൊക്കെ അവർ ഓരോന്നിനെ പറ്റി പറയുന്ന ഡെഫിനേഷൻസൊക്കെ നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ മാത്യു അർണോൾഡ് കൾച്ചറിനെ പറ്റി പറഞ്ഞതാണിത്. കൾച്ചർ ഇസ് എ സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ്റെ ഒരു സ്റ്റഡിയാണ്. ഓക്കെ, ഇറ്റ് മൂവ്സ് ബൈ ദ ഫോഴ്സ് നോട്ട് മിയർലി ഓർ പ്രൈമറിലി ഓഫ് ദ സയൻറ്റിഫിക് പാഷൻ ഫോർ പ്യുവർ നോളജ്. അപ്പം അത് മൂവ് ചെയ്യുന്നത് ഒരു പ്യുവർ നോളജിന് വേണ്ടിയിട്ടല്ല, ബട്ട് ഓൾസോ ഓഫ് ദ മോറൽ ആൻഡ് സോഷ്യൽ പാഷൻ ഫോർ ഡൂയിങ് ഗുഡ്. ബട്ട് ആ ഒരു മോറൽ അല്ലെങ്കിൽ സോഷ്യൽ പാഷൻ ഫോർ ഡൂയിങ് ഗുഡ്, നല്ലത് ചെയ്യാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ഫോഴ്സ് കൊണ്ടാണ്, നല്ലത് ചെയ്യാനുള്ളൊരു ത്വര കാരണമാണ് ആ ഒരു സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ മുന്നോട്ട് പോകുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ഫോഴ്സ് അതാണെന്ന് പറയുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഫോർ ഡൂയിങ് ഗുഡ്. ഓക്കെ, കൾച്ചർ ഈസ് എ പെർഫെക്ഷൻ ഇൻ വിച്ച് ബ്യൂട്ടി ആൻഡ് ഇൻ്റലിജൻസ് ആർ കമ്പൈൻഡ്. കൾച്ചർ എന്ന് പറയുന്ന ആ ഒരു പെർഫെക്ഷനിൽ ബ്യൂട്ടിയും ഇൻ്റലിജൻസും കമ്പൈൻ ചെയ്ത് ഒന്നാണെന്നാണ് അർണോൾഡ് പറയുന്നത്. ഇറ്റ് യുനൈറ്റ്സ് ദ സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ്. അപ്പോൾ അത് സ്വീറ്റ്നെസ്സിനെയും ലൈറ്റിനെയും ഒരുമിച്ച് കൊണ്ടുവരും, യുനൈറ്റ് ചെയ്യും കൾച്ചർ. സ്വീറ്റ്നെസ് മീൻസ് ബ്യൂട്ടി ആൻഡ് ലൈറ്റ് മീൻസ് ഇൻ്റലിജൻസ്. സോ ദേ ആർ റിലേറ്റഡ്. ഓക്കെ, ബ്യൂട്ടി ആൻഡ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ് കൊണ്ടുവരാനാണ് കൾച്ചർ ശ്രമിക്കുന്നത്. So culture is trying to combine beauty and intelligence or sweetness and light. Okay, sweetness represents beauty and light represents intelligence. Okay, next topic, use and function of poetry. അപ്പം പോയട്രീൻ്റെ ഫങ്ഷൻ എന്താ അല്ലെങ്കിൽ യൂസ് എന്താ അക്കോർഡിംഗ് ടു മാത്യു ആർണോൾഡാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. പോയട്രി ഇസ് ദ റിലീജിയൻ ഓഫ് ഫ്യൂച്ചറിൻ്റെ ഒരു റിലീജിയനാണ് പോയട്രി എന്നാണ് മാത്യു ആർണോൾഡ് പറയുന്നത്. പിന്നെ വേറൊരു ഡെഫിനേഷനും കൂടിയുണ്ട്, പോയട്രി ഈസ് ദ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദ സ്റ്റഡി ഓഫ് പോയട്രി എന്ന എസ്സേയിലാണ്. ഇൻ ഹിസ് എസ്സേ ദ സ്റ്റഡി ഓഫ് പോയട്രി ഹി ഹാവ് സെഡ് ദാറ്റ് religion of future, poetry is the religion of future and it is the criticism of life. Okay, so mankind should get into poetry to interpret life, to sustain itself and to get consolation. അപ്പം മാൻകൈൻഡ് എന്തിനാണ് പോയട്രി നോക്കുന്നത്, പോയട്രിയെ പറ്റി അറിയുന്നതും പഠിക്കുന്നതൊക്കെ
ഒന്ന് ലൈഫ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, ലൈഫിൽ സസ്റ്റെയിൻ ചെയ്ത് പോവാൻ, പിന്നെ കൺസോൾ ചെയ്യാൻ, നമ്മളുടെ ലൈഫിലെ സിറ്റുവേഷൻസൊക്കെ ഫേസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, സയൻസ് വുഡ് ബി ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് പോയട്രി, അങ്ങനെയും പറയുന്നുണ്ട് ആർണോൾഡ് അദ്ദേഹത്തിൻ്റെ ദ സ്റ്റഡി ഓഫ് പോയട്രി എന്ന എസ്സേയിൽ. സയൻസും പോയട്രി ഇല്ലാതെ ഇൻകംപ്ലീറ്റ് ആണ് എന്ന്. ഓക്കെ, റിലീജിയൻ ആൻഡ് ഫിലോസഫി വുഡ് ബി റീപ്ലേസ്ഡ് ബൈ പോയട്രി. റിലീജിയനും ഫിലോസഫിയും വേണമെങ്കിൽ പോയട്രി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. സോ ദീസ് ആർ ദ പോയിൻറ്റ്സ് that Arnold mentions in the study of poetry. Okay. Ultimate function of poetry is the noble and profound application of ideas to life under the conditions fixed by the laws of poetic truth and poetic beauty. അപ്പം പോയംസിന് ഒരു പോയറ്റിക് ട്രൂത്തും പോയറ്റിക് ബ്യൂട്ടിയും ഒക്കെ വേണം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പോയംസിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഫങ്ഷൻ എന്താണ് എന്ന് അർണോൾഡ് പറയുന്നതാണ്. ഇത് അർണോൾഡിൻ്റെ വേർഡ്സാണിത്. The function of poetry is noble and profound application of ideas to life. അപ്പം ഐഡിയാസ്, certain ഐഡിയാസ് ലൈഫിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മീഡിയം ആണ് പോയട്രി എന്നൊക്കെ പറയാം. ഓക്കെ, now next title, Touchstone Method. So Touchstone Method is a method for discovering true poetry. Touchstone Method എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ട്രൂ പോയട്രി ഡിസ്കവർ ചെയ്യാനാണ്, അല്ലെങ്കിൽ പോയട്രീനെ അനലൈസ് ചെയ്ത് ട്രൂ പോയട്രി ഏതാണെന്നുള്ളതൊക്കെ ഡിസ്കവർ ചെയ്യാനാണ് ടച്ച്സ്റ്റോൺ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, അല്ലേ? ടച്ച്സ്റ്റോൺ മീൻസ് പാസേജസ് ഓർ ലൈൻസ് ഫ്രം ദ വർക്ക്സ് ഓഫ് ദ മാസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന ടച്ച്സ്റ്റോൺ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഗോൾഡൊക്കെ ഉരച്ച് നോക്കുന്നത് പോലെ ടച്ച് സ്റ്റോൺ വെച്ചിട്ട് നോക്കുകയാണ്, കമ്പയർ ചെയ്ത് ഡിസ്കവർ ചെയ്യുകയാണ്. ഓക്കെ, സോ ഇവിടുത്തെ ടച്ച് സ്റ്റോൺസ് എന്താണെന്ന് വെച്ചാൽ, വാട്ട് ആർ ദ ടച്ച് സ്റ്റോൺസ് അക്കോർഡിംഗ് ടു മാത്യു അർണോൾഡ് അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ദേ ആർ ദ പാസേജ് ഓർ ലൈൻസ് ഫ്രം ദ വർക്ക്സ് ഓഫ് മാസ്റ്റേഴ്സ്. മാസ്റ്റേഴ്സിൻ്റെ, ഗ്രേറ്റ് റൈറ്റേഴ്സിൻ്റെ വർക്ക്സിലെ പാസേജസ് അല്ലെങ്കിൽ ലൈൻസാണ് ടച്ച് സ്റ്റോൺ ആയിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ആണ് ഒരു പോയട്രീനെ ഡിസ്കവർ ചെയ്യുന്നത് എന്ന്. ഓക്കെ, ഇറ്റ് ഇവാലുവേറ്റ്സ് ട്രൂ മെറിറ്റ് ഓഫ് ദ പോയട്രി. This method provides a concreteness to the art of criticism. Art of criticism ഒരു കോൺക്രീറ്റ്നെസ്, ഒരു ഉറപ്പ് നൽകുന്നത് ഇങ്ങനത്തെ ഒരു മെത്തേഡൊക്കെയാണ്. സോ ഇറ്റ് ഈസ് എ ഗുഡ് മെത്തേഡ് എന്ന് പറയുകയാണ്. ഇനി ടച്ച് സ്റ്റോൺസ് ഗ്രേറ്റ് മാസ്റ്റേഴ്സിൻ്റെ ലൈൻസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് മെയിൻലി അർണോൾഡ് പറയുന്നത് ഹോമർ, ഡാൻ്റെ അലിഗറി, ജോൺ മിൽട്ടൺ, വില്യം ഷേക്സ്പിയർ ഇവരുടെയൊക്കെ വേർഡ്സ് ടച്ച് സ്റ്റോൺസ് ആയിട്ട് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദേ ആർ ദ ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ഓഫ് ഗ്രേറ്റ് റൈറ്റേഴ്സ് അക്കോർഡിംഗ് ടു മാത്യു അർണോൾഡ്. സോ നെക്സ്റ്റ് ടോപ്പിക്, ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം. സോ ഹീ ലെയ്ഡ് ഡൗൺ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിറ്റിസിസം. നമ്മൾ ഫസ്റ്റ് സീരിയസ് ക്രിറ്റിക് എന്ന് പറയുന്നുണ്ട്. അപ്പം ക്രിറ്റിസിസത്തിന് പെർട്ടിക്കുലർ പ്രിൻസിപ്പിൾസ് ഇതാണ്, ഇങ്ങനത്തെ മെത്തേഡ്സൊക്കെ പ്രപ്പോസ് ചെയ്ത ആളാണ് മാത്യു അർണോൾഡ്. സോ ഹീ ലെയ്ഡ് ഡൗൺ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിറ്റിസിസം ഇൻ ഹിസ് എസ്സേ ദ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം അറ്റ് ദ പ്രസൻറ്റ് ടൈം. ഇത് മറ്റൊരു എസ്സേയാണ് അദ്ദേഹത്തിൻ്റെ, ദ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം അറ്റ് ദ പ്രസൻറ്റ് ടൈം. ഹി ആർഗ്യൂസ് ദാറ്റ് ക്രിട്ടിക്കൽ പവർ ഇസ് നോട്ട് ഇൻഫീരിയർ ടു ക്രിയേറ്റീവ് പവർ. അപ്പോൾ ഈ ഒരു വർക്കിൽ അദ്ദേഹം പറയുന്നത് ക്രിട്ടിക്കൽ പവർ, അങ്ങനത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പവർ ക്രിയേറ്റീവ് പവറിനേക്കാളും വലുതാണ്. ഓക്കെ, മീൻസ് ക്രിയേറ്റീവ് പവറിനേക്കാളും താഴെയല്ല ക്രിട്ടിക്കൽ പവർ എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഹീസ് ആർഗ്യൂയിങ് ദാറ്റ് ക്രിട്ടിക്കൽ പവർ ഇസ് നോട്ട് ഇൻഫീരിയർ ടു ക്രിയേറ്റീവ് പവർ. ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പവർ ക്രിയേറ്റീവ് പവറിൻ്റെ താഴെയല്ല എന്ന്. ഓക്കെ, ഇറ്റ് വാസ് ദ റിയാക്ഷൻ ടു ദ റൊമാൻറ്റിക് ട്രഡീഷൻ ഓഫ് പ്ലേസിങ് ക്രിട്ടിക്കൽ പവർ ബിലോ ക്രിയേറ്റീവ് പവർ. അപ്പോൾ അത് നമ്മുടെ റൊമാൻറ്റിക് ട്രഡീഷനിൽ ക്രിട്ടിക്കൽ പവറിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്തത് ക്രിയേറ്റീവ് പവറിനാണ്. ക്രിയേറ്റീവ്, ഇമാജിനേഷന് അങ്ങനത്തതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പം അതിനേക്കാളും താഴെയല്ല ക്രിട്ടിക്കൽ പവർ, ക്രിയേറ്റീവ് പവറിനേക്കാളും താഴെയല്ല ക്രിട്ടിക്കൽ പവർ എന്ന് കാണിക്കാനാണ് മാത്യു അർണോൾഡ് ദ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം അറ്റ് ദ പ്രസൻറ്റ് ടൈം എന്ന എസ്സേ എഴുതിയത്. ഓക്കെ, നമുക്ക് ക്രിയേറ്റീവ് പവർ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഫാക്കൽറ്റി എന്നൊക്കെ പറയാം. ഓക്കെ, ക്രിട്ടിക്കൽ പവേഴ്സ് മേക്ക് ദ ബെസ്റ്റ് ഐഡിയാസ് പ്രിവെയിൽ.
സോ ദ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ദിസ് ഇസ് വൺ ഓഫ് ദ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം അക്കോർഡിംഗ് ടു മാത്യു ആർണോൾഡ്. എന്താണ് ആ ഫങ്ഷൻ? ക്രിട്ടിക്കൽ പവേഴ്സ് മേക്ക് ദ ബെസ്റ്റ് ഐഡിയാസ് പ്രിവെയിൽ. ഒരുപാട് ഐഡിയാസിൽ നിന്ന് ബെസ്റ്റ് ഐഡിയ ക്രിട്ടിസൈസ് ചെയ്ത് സോർട്ട് ഔട്ട് എടുത്തതുപോലെ ഒരു ബെസ്റ്റ് ഐഡിയാസ് മാത്രം പ്രിവെയിൽ ചെയ്യുന്നത് പോലെ ആവും ക്രിട്ടിക്കൽ പവേഴ്സ് യൂസ് ചെയ്താൽ. അപ്പോൾ ക്രിട്ടിക്കൽ പവേഴ്സിൻ്റെ ഒരു ഫങ്ഷൻ അതാണ്. ഇറ്റ് മേക്സ് ദ ബെസ്റ്റ് ഐഡിയാസ് പ്രിവെയിൽ. ക്രിട്ടിസൈസ് ചെയ്തിട്ട് നല്ലതല്ലാത്തതൊക്കെ ഒഴിവാക്കിയാൽ ബെസ്റ്റ് ഐഡിയാസ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, so that is one of the function of criticism, to make the best ideas prevail. According to Arnold, the function of criticism is to make it possible that the best poetry is produced. അപ്പം ക്രിറ്റിസിസത്തിൻ്റെ മറ്റൊരു ഫങ്ഷനായിട്ട് അർണോൾഡ് പറയുന്നത്, ഇറ്റ് ഈസ് ടു മേക്ക് ഇറ്റ് പോസിബിൾ ദാറ്റ് ദ ബെസ്റ്റ് പോയട്രി ഈസ് പ്രൊഡ്യൂസ്ഡ്. ബെസ്റ്റ് പോയട്രി പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളതാണ് ക്രിറ്റിസിസത്തിൻ്റെ മറ്റൊരു ഫങ്ഷൻ. ഓക്കെ, next topic, moralistic criticism. According to Arnold, critic is not a person to examine work of art. He has a social role to educate and empower the people. അപ്പം അക്കോർഡിംഗ് ടു ആർണോൾഡ്, ഒരു ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വർക്ക് ഓഫ് ആർട്ട് ഇവാലുവേറ്റ് ചെയ്യുക, എക്സാമിൻ ചെയ്യുക മാത്രമല്ല. ഓക്കെ, ഒരു മോറൽ കൺസേണും കൂടിയുണ്ട്, ഒരു മോറൽ കമ്മിറ്റ്മെൻറ്റും കൂടെ ഉണ്ട്. സൊസൈറ്റീനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, എംപവർ ചെയ്യുക എന്നൊരു എന്താ പറയുക, എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ഒരു ക്രിട്ടിക്കിനുണ്ട് എന്നാണ് ആർണോൾഡ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മോറലിസ്റ്റിക് സൈഡ്. ഇൻ ഹിസ് പ്രിഫേസ് ടു ദ പോയംസ് ഹി സേസ് ദാറ്റ് he did not include his poem Empedocles of Etna in new volume because it has too much pessimism which makes reader depressed. Okay, അപ്പം അർണോൾഡ് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിഫേസ് ടു ദ പോയംസിൻ്റെ വർക്കിൽ പ്രിഫേസിന്, പോയംസ് എന്ന് പറഞ്ഞ കളക്ഷനിൽ പ്രിഫേസിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എംപെഡക്കിൾസ് ഓഫ് എറ്റ്ന എന്ന പോയം പുതിയ വോളിയം ഇറക്കിയപ്പോൾ അദ്ദേഹം അതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. കാരണം ആ പോയത്തിൽ ഒരുപാട് പെസിമിസം ഉണ്ട്, അത് റീഡേഴ്സിനെ ഡിപ്രസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അത് റീഡേഴ്സിന് നല്ലതല്ല എന്നുള്ള രീതിയിൽ. ഓക്കെ, പെസിമിസം മീൻസ് എന്താ, നടക്കുന്നതെല്ലാം മോശമാണെന്ന് ചിന്തിക്കുന്ന ഒരു നെഗറ്റീവ് മൈൻഡ്. ഓക്കെ, നല്ലതൊന്നും, ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, അശുഭാപ്തി വിശ്വാസം, എല്ലാം മോശമായിട്ടായിരുന്നു നടക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു മൈൻഡ്. സോ അതാണ് ആ ഒരു എംപെഡക്കിൾസ് ഓഫ് എറ്റ്നയിലുള്ളത്. സോ he removed that from his new collection. Okay, because that will make the readers depressed. Poetry becomes truly great when it deals with subject having high truth and nobility. അപ്പോൾ ഒരു പോയട്രി ട്രൂലി ഗ്രേറ്റ് ആവുന്നത്, ഒരു ഗ്രേറ്റ് വർക്ക് ആവുന്നത് എപ്പോഴാണ്? when it deals with subject having high truth and nobility. ഹൈ ട്രൂത്തും നൊബിലിറ്റിയും ഒക്കെ ഉള്ള നല്ല കാര്യങ്ങൾ പറയുമ്പോഴാണ് പോയട്രി ഗ്രേറ്റ് ആവുക എന്നാണ് ആർണോൾഡ് പറയുന്നത്. ഓക്കെ, നൗ ഹൈ സീരിയസ്നെസ് ആൻഡ് ഹൈ ട്രൂത്ത്. പോയട്രിക്ക് വേണ്ട മറ്റൊരു കാര്യമാണ് ഹൈ സീരിയസ്നെസ് ആൻഡ് ഹൈ ട്രൂത്ത്. ഓക്കെ, ഹൈ ക്വാളിറ്റി പോയട്രി ഷുഡ് ഹാവ് പോയറ്റിക് ട്രൂത്ത് ആൻഡ് പോയറ്റിക് ബ്യൂട്ടി. സോ ഹൈ ക്വാളിറ്റി പോയട്രിക്ക് എന്തൊക്കെ വേണം? പോയറ്റിക് ട്രൂത്ത് വേണം, പോയറ്റിക് ബ്യൂട്ടി വേണം. പോയറ്റിക് ബ്യൂട്ടി വേണം, ജസ്റ്റ് ബ്യൂട്ടി മാത്രമായാൽ പോരാ, പോയറ്റിക് ട്രൂത്തും കൂടി വേണം എന്നാണ് പറയുന്നത്. സത്യമായ കാര്യങ്ങളായിരിക്കണം പറയേണ്ടത്. ഓക്കെ, സോ പോയറ്റിക് ട്രൂത്ത് എന്ന് പറയുന്നതാണ് അതിൻ്റെ ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ്, മാറ്റർ എന്നൊക്കെ പറയാം പോയത്തിൻ്റെ. പോയറ്റിക് ബ്യൂട്ടി മീൻസ് ആ ഒരു സ്റ്റൈല്, പോയം പ്രസൻറ്റ് ചെയ്ത ആ ഒരു സ്റ്റൈല്, മാനർ ഒക്കെ. ഓക്കെ, സോ അരിസ്റ്റോട്ടിൽ said that superiority of poetry is due to the high seriousness and high truth it have. ഓക്കെ, അരിസ്റ്റോട്ടിൽ പറഞ്ഞൊരു കാര്യമാണ് പോയട്രിക്ക് സുപ്പീരിയോറിറ്റി ഉണ്ടാവാൻ കാരണം, പോയട്രി മറ്റു ആർട്ട് വർക്ക്സിനെ കമ്പയർ ചെയ്യുമ്പം പോയട്രിക്ക് ഒരു സുപ്പീരിയോറിറ്റി ഉണ്ട്. കാരണം പോയട്രിക്ക് ഹൈ സീരിയസ്നെസ്സും ഹൈ ട്രൂത്തും ഉള്ളത് കൊണ്ടാണെന്ന് പറയുകയാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഗ്രാൻഡ് സ്റ്റൈൽ. സോ ഇറ്റ് ഈസ് കോയിൻഡ് ബൈ അർണോൾഡ് ഇൻ ഹിസ് പബ്ലിക് ലെക്ചർ. അദ്ദേഹത്തിൻ്റെ പബ്ലിക് ലെക്ചേഴ്സിൽ അദ്ദേഹം യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഗ്രാൻഡ് സ്റ്റൈൽ എന്ന്. ഓക്കെ, അപ്പോൾ ഹോമറിൻ്റെ വർക്കുകളൊക്കെ നല്ല ഗ്രാൻഡ് സ്റ്റൈലിലാണ്, നല്ല ഹൈ സ്റ്റാൻഡേർഡിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലെക്ചേഴ്സിൽ ഗ്രാൻഡ് സ്റ്റൈൽ എന്ന വേർഡ് യൂസ് ചെയ്തത്. ഓക്കെ, സോ ഗ്രാൻഡ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹൈ സ്റ്റൈൽ, ഇറ്റ് ഈസ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ്
formal and highly embellished language along with stylistic devices and certain rhyming designs. അപ്പോൾ ആ ഹൈ സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ഫോർമൽ ആൻഡ് ഹൈലി എംബലിഷ്ഡ് ലാംഗ്വേജ് എന്നുള്ള ഹൈ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാം. എലോങ് വിത്ത് സ്റ്റൈലിസ്റ്റിക് ഡിവൈസസ് ആൻഡ് സർട്ടൻ റൈമിംഗ് ഡിസൈൻസ്. അതിൻ്റെ കൂടെ നല്ല ലാംഗ്വേജും യൂസ് ചെയ്യണം, അതിൻ്റെ കൂടെ സ്റ്റൈലും റൈമിംഗ് സ്കീംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പം ദാറ്റ് ഈസ് എ ഗ്രാൻഡ് സ്റ്റൈൽ ലൈക്ക് ഹോമേഴ്സ് വർക്ക്സ്. ഓക്കെ, സോ this is all about Mathew Arnold. So I hope this topic is clear for you. അപ്പം ഇനി ഈ ഒരു ടോപ്പിക്കിൻ്റെ ഈ ഒരു PDF വേണമെങ്കിൽ നമ്മളെ സമ്മറി സ്പോട്ടിൻ്റെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ വേണമെങ്കിൽ ഇതിൻ്റെ PDF ആയിട്ടുള്ള നോട്ട് ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.